أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. തിരുനബി ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ഖൈബർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഏതു വിധത്തിലായിരുന്നു എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. ഖൈബർ യുദ്ധത്തിന് ശേഷം യഹൂദികളിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപായപ്പെടുത്തുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. വിഷലിപ്തമായ ആട്ടിറച്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകാനുള്ള പരിശ്രമവും ഉണ്ടായി. ഇതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്. ഖൈബർ ജയിച്ചടക്കിയതിനു ശേഷം ഖൈബറുകാരുമായി ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു. വളരെ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം ഉടമ്പടി അനുസരിച്ച് ഇവർ ഒരിക്കൽ കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിനും വിധേയരാവുകയുണ്ടായി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് നൽകുക മാത്രമല്ല, ഖൈബറിൽ താമസിക്കുന്നതിനുള്ള അനുമതിയും നൽകി. ജനങ്ങൾ സമാധാനത്തിലായപ്പോൾ ഒരു ദിവസം യഹൂദി ഖൈബർ സൈന്യത്തിന്റെ സൈന്യാധിപനായ സലാം ബിൻ മിഷ്കമിന്റെ ഭാര്യ സൈനബ് ബിൻ ഹാരിസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വറുത്ത ആട്ടിറച്ചി കൊണ്ടുവന്ന് ഇത് താങ്കൾക്ക് തന്റെ സമ്മാനമാണെന്ന് പറഞ്ഞു. ഈ ഗൂഢതന്ത്രത്തിൽ ഈ സ്ത്രീ മാത്രമായിരുന്നില്ല, മറിച്ച് യഹൂദികളിലെ മറ്റ് ചില ആളുകളും കൂടി ഉണ്ടായിരുന്നുവെന്ന് ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം പ്രസ്തുത സമ്മാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെക്കുകയുണ്ടായി. അവിടെ കുറച്ച് സഹാബാക്കളും ഉണ്ടായിരുന്നു. അവരിൽ ബിഷർ ബിൻ ബറാഉം സന്നിധനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, അടുത്തേക്ക് വരുവിൻ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കൈഭാഗത്തുള്ള, അതായത് കുറകിൽ നിന്നുള്ള ഇറച്ചിയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുത്തു. മറ്റുള്ളവരും എടുക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈ പിന്നോട്ടെടുക്കുക. ആ ആട്ടിൻ കൈയുടെ ഇറച്ചി കഷ്ണം വിഷലിപ്തമാണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഹദ്റത്ത് ബിഷർ ബിൻ ബറാ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങേക്ക് അന്തസ്സ് പ്രദാനം ചെയ്യുന്ന നാഥനാണ് സത്യം. ഞാൻ ഭക്ഷിച്ച കഷ്ണത്തിൽ എനിക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങയുടെ ഭക്ഷണം കേടുവരുത്തേണ്ടെന്ന് കരുതി ഞാനത് ഛർദ്ദിച്ചു കളയാതിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ കഷ്ണം പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു. പക്ഷേ എനിക്ക് എന്നേക്കാളും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ചിന്തയായിരുന്നു എന്നെ അലട്ടിയത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇറക്കിയില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹദ്റത്ത് ബിഷർ തൻ്റെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ നിറം മാറാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം ഒരുപാട് രോഗിയായി തീർന്നു. സ്വയമായി തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം വഫാത്തായി. ചിലർ പറയുന്നു തൻ്റെ സ്ഥലത്ത് നിന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ തന്നെ അദ്ദേഹം വഫാത്തായി. 2 നിവേദനങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറച്ചി കൊടുത്ത സ്ത്രീയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഈ ആട്ടിറച്ചിയിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നുവോ? അവൾ പറഞ്ഞു, താങ്കളോട് ആരാണത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, എനിക്കതിൻ്റെ കയ്യിലെ മാംസകഷ്ണം തന്നെ വിവരം നൽകുകയായിരുന്നു. അതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതും. അവൾ പറഞ്ഞു, അതെ, ഞാനതിൽ വിഷം ചേർത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇങ്ങനെ ചെയ്യാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? അവൾ പറഞ്ഞു, താങ്കൾ എൻ്റെ സമുദായത്തോട് ചെയ്ത കാര്യങ്ങൾ താങ്കളിൽ നിന്ന് ഗോപ്യമല്ല. താങ്കൾ രാജാവാണെങ്കിൽ ഞങ്ങൾക്ക് താങ്കളിൽ നിന്നും മോചനം കിട്ടുമെന്നും, അതല്ല താങ്കൾ നബിയാണെങ്കിൽ താങ്കൾക്ക് അതേപ്പറ്റി അറിവ് കിട്ടുമെന്നും ഞാൻ കരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് മാപ്പ് കൊടുക്കുകയുണ്ടായി. സ്ത്രീയോട് പ്രതികാരം ചെയ്തില്ല. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് ചോദിച്ചു, ഇങ്ങനെ ചെയ്യാൻ നിന്നെ ആരാണ് പ്രേരിപ്പിച്ചത്? അവൾ പറഞ്ഞു, താങ്കൾ എൻ്റെ പിതാവിനെയും എൻ്റെ പിതൃവിനെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ സഹോദരനെയും വധിക്കുകയുണ്ടായി. മറ്റൊരു നിവേദനമനുസരിച്ച് ഹദ്റത്ത് ബിഷർ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ വധിക്കുവാൻ കൽപ്പന നൽകുകയുണ്ടായി. അങ്ങനെ അവളെ വധിക്കുകയും ചെയ്തു. ഇങ്ങനെയും ഒരു നിവേദനമുണ്ട്. സഹീഹ് മുസ്ലിമുള്ള നിവേദനത്തിൽ പറയുന്നു, ആ സ്ത്രീയെ വധിക്കുകയുണ്ടായില്ല.
ഹദ്രത്ത് അനസ് നിവേദനം ചെയ്യുന്നു, ഒരു യഹൂദ സ്ത്രീ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിഷലിപ്തമായ ആട്ടിറച്ചി കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കുറച്ച് ഭക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ആ സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് താങ്കളെ കൊല്ലുക എന്നതായിരുന്നു ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അള്ളാഹു നിനക്ക് അതിന് കൽപ്പന നൽകാൻ ഒരിക്കലും സാധ്യതയില്ല. നിവേദകൻ പറയുന്നു, ഇത്തരം ദുരുദ്ദേശമുള്ള അവളെ വധിക്കട്ടെ എന്ന് ആളുകൾ ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുത്. നിവേദകൻ പറയുന്നു, ഞാൻ പ്രസ്തുത ഇറച്ചിയുടെ സ്വാധീനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊണ്ടയിൽ അനുഭവപ്പെട്ടിരുന്നതായി കരുതുന്നു. അല്ലാമ നബവി സഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ എഴുതുന്നു, ഹദ്രത്ത് ജാബിറിൽ നിന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ കൊല്ലുന്നതിന് പറയുകയുണ്ടായി. ഹദ്രത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ ഹദ്രത്ത് ബിഷറിന്റെ അനന്തരാവകാശികളെ ഏൽപ്പിക്കുകയും അവർ അവളെ കൊല്ലുകയുമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ കൊല്ലുകയുണ്ടായില്ല എന്ന കാര്യത്തിൽ ഭൂരിപക്ഷം ഹദീസ് പടുക്കളും യോജിക്കുന്നു. ഖാദി റിയാസിന്റെ വീക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ വധിച്ചുവെന്നും ഇല്ല എന്നും പറയുന്ന നിവേദനങ്ങളെ താദാത്മ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ വധിക്കുകയുണ്ടായില്ലെങ്കിലും ഹദ്രത്ത് ബിഷർ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അവർ പ്രതികാരമെന്ന നിലയ്ക്ക് അവളെ കൊല്ലുകയും ചെയ്തു. പക്ഷെ ആ സ്ത്രീക്ക് മാപ്പ് കൊടുത്തു എന്നതിന് തന്നെയാണ് കൂടുതൽ സാധ്യത. മുസ്ലിമിലുള്ള ഹദീസിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത്. ഹദ്രത്ത് മുസ്ലിം മൗദും ഇതേ അഭിപ്രായമാണ് പറയുന്നത്. ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഒരു യഹൂദ സ്ത്രീ സഹാബാക്കളോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറച്ചി ഭക്ഷണത്തിൽ ഏത് ഭാഗമാണ് കൂടുതലായി ഇഷ്ടപ്പെടുന്നത്? സഹാബാക്കൾ പറഞ്ഞു, കൈയുടെ ഭാഗത്തുള്ള ഭക്ഷണമാണ് ഇഷ്ടം. അപ്പോൾ ആ സ്ത്രീ ഒരു ആടിനെ അറക്കുകയും പിന്നെ പാറമുകളിൽ വെച്ച് അതിൻ്റെ ഇറച്ചി ഉണക്കുകയും ചെയ്തു. തുടർന്ന് അതിൽ വിഷം കലർത്തുകയും ചെയ്തു. പ്രത്യേകിച്ചും കയ്യിലെ ഭാഗത്തുള്ള ഇറച്ചിയെ സംബന്ധിച്ച് പറയുന്നു, അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ ഇഷ്ടമുള്ള ഭാഗമായിരുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകുന്നേരത്തുള്ള നമസ്കാരം കഴിഞ്ഞ് തൻ്റെ താവളത്തിലേക്ക് മടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടാരത്തിനടുത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നതായി കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്? അവൾ പറഞ്ഞു, അല്ലയോ അബുൽ ഖാസിം, ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു ഉപഹാരം കൊണ്ടുവന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് അവൾ തരുന്ന സാധനം വാങ്ങിവെക്കുവാൻ പറയുകയുണ്ടായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിനിരുന്നു. അതിൽ ആ സ്ത്രീ കൊണ്ടുവന്ന പൊരിച്ച ഇറച്ചിയും വെച്ചിട്ടുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒരു കഷ്ണം ഭക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബിയായ ഹദ്രത്ത് ബഷീർ ബിൻ ബറായും അതിൽ നിന്ന് ഭക്ഷിക്കുകയുണ്ടായി. ഇവിടെ സഹാബിയുടെ പേര് ബഷീർ എന്നതിന് പകരം ബിഷർ എന്നാണ് വേണ്ടിയിരുന്നത് എന്ന് തോന്നുന്നു. ഇതിനിടയിൽ മറ്റ് സഹാബാക്കളും ഭക്ഷിക്കുന്നതിന് വേണ്ടി കൈ നീട്ടുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷിക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇറച്ചിയിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് പ്രസ്തുത കുറകിൻ്റെ കഷ്ണം അറിയിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് സംബന്ധിച്ച് എന്തോ ഇൽഹാമുണ്ടായി എന്നാണ്. മാത്രമല്ല ഇതൊരു അറബി ശൈലിയാണ്. അതിൻ്റെ അർത്ഥം ഇറച്ചി രുചിച്ചപ്പോൾ തന്നെ അതിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി എന്നാകുന്നു. വിശുദ്ധ ഖുർആനിൽ മൂസാ നബിയുടെ കാലത്തുള്ളൊരു സംഭവം വിവരിച്ചുകൊണ്ട് ഒരു ചുമരിനെ സംബന്ധിച്ച് അത് വീഴാൻ ഒരുങ്ങുകയായിരുന്നു എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം അത് വീഴാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്. ചുരുക്കത്തിൽ ഇവിടെയും അതുതന്നെയാണ് അർത്ഥമാക്കുന്നത്. ഈ കൈയുടെ അഥവാ കുറകിൻ്റെ കഷ്ണം എന്നോട് പറയുന്നു, അതായത് അതിൻ്റെ ആ കഷ്ണം രുചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ അടുത്ത വാക്കുകൾ ഈ അർത്ഥത്തെ കൂടുതൽ സാധൂകരിക്കുന്നു. അപ്പോൾ ബിഷർ പറഞ്ഞു, അങ്ങേക്ക് അന്തസ്സ് നൽകിയവനായ നാഥനാണ് സത്യം. എനിക്കും ഈ കഷ്ണത്തിൽ വിഷമുള്ളതായി തോന്നിയിരുന്നു. എൻ്റെ മനസ്സ് അത് തുപ്പിക്കളയണമെന്ന് ആഗ്രഹിക്കുകയുണ്ടായി. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങേക്ക് അത് അസ്വസ്ഥതയുണ്ടാക്കുമെന്നും അങ്ങയുടെ ഭക്ഷണത്തെ ഞാൻ കേടുവരുത്തുകയാണെന്ന് ഞാൻ കരുതി. ആ കഷ്ണം ഇറക്കിയപ്പോൾ ഞാനും അങ്ങയെ പിൻപറ്റിക്കൊണ്ട് അത് ഇറക്കുകയുണ്ടായി. പക്ഷെ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ അതിൽ വിഷമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങ് അത് ഇറക്കരുത് എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ഹദ്രത്ത് മുസ്ലിം മൗദ് ഇറച്ചി ഭക്ഷണം ഇറക്കിയത് സംബന്ധിച്ച് പറയുന്നു, മറ്റ് നിവേദനങ്ങളിൽ ഭക്ഷിച്ചിരുന്നില്ല എന്നും പുറത്തേക്ക് എടുത്തിരുന്നു എന്നും പറയുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, അതിന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബിഷറിൻ്റെ ആരോഗ്യം മോശമായി. ചില നിവേദനങ്ങളിൽ പറയുന്നു അദ്ദേഹം അവിടെ ഖൈബറിൽ തന്നെ മരണപ്പെടുകയുണ്ടായി. മറ്റ് ചില നിവേദനങ്ങൾ അനുസരിച്ച് അതിനുശേഷം കുറച്ചു കാലം അദ്ദേഹം രോഗിയായി തുടർന്നു. പിന്നീടാണ് മരണപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കുറച്ച് ഇറച്ചി ഒരു നായ്ക്ക് മുന്നിലേക്ക് ഇടുകയുണ്ടായി.
അത് തിന്നപ്പോൾ ആ നായ ചത്തുപോവുകയും ചെയ്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ വിളിച്ചു വരുത്തി ചോദിച്ചു, നീ ഈ ആട്ടിറച്ചിയിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നുവോ? അവൾ പറഞ്ഞു, താങ്കളോട് ആരാണത് പറഞ്ഞത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പ്രസ്തുത ആടിൻ കുറകിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കുറക് അഥവാ കയ്യിലെ കഷ്ണമാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്ത്രീ പ്രസ്തുത രഹസ്യം വെളിപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും താൻ അതിൽ വിഷം ചേർത്തിരുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് ചോദിച്ചു, ഇത്തരത്തിൽ മോശമായ കാര്യം ചെയ്യാൻ നിന്നെ ആരാണ് പ്രേരിപ്പിച്ചത്? അവൾ പറഞ്ഞു, താങ്കളുമായി എൻ്റെ സമുദായത്തിൻ്റെ യുദ്ധമുണ്ടായി, എൻ്റെ കുടുംബക്കാർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വിഷം കൊടുക്കാമെന്ന് ചിന്തിച്ചു. ഇത് മാനുഷികമായ ഇടപാടാണെങ്കിൽ, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം മനുഷ്യകൃതമായ വ്യാപാരമാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതാണ്. ഇനി അതല്ല, ഇദ്ദേഹം ശരിയായ പ്രവാചകനാണെങ്കിൽ ദൈവം അദ്ദേഹത്തെ രക്ഷിക്കുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് മാപ്പ് കൊടുത്തു. അവൾ തീർച്ചയായും വധാർഹയായിരുന്നുവെങ്കിലും വധിക്കുന്നത് ഒഴിവാക്കുകയുണ്ടായി. ഇതാണ് ഹദ്റത്ത് മുസ്ലിം മൗദിൻ്റെ വീക്ഷണം. മറ്റൊരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഈ വിഷം കാരണമാണ് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഇത് ശരിയാണോ? സഹി ബുഖാരിയിൽ ഹദ്റത്ത് ആയിഷയുടെ നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വഫാത്ത് വേളയിൽ പറയുകയുണ്ടായി, അല്ലയോ ആയിഷ, ഖൈബറിൽ ഞാൻ ഭക്ഷിച്ച ഭക്ഷണത്തിൻ്റെ പ്രയാസം ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോഴും ആ വിഷം കാരണം എൻ്റെ ഞരമ്പുകളൊക്കെ മുറിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഈ ഹദീസിനെ ആധാരമാക്കി ചില മുസ്ലിം വ്യാഖ്യാതാക്കളും ഹദീസ് പടുക്കളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഖൈബറിൻ്റെ അവസരത്തിൽ ഭക്ഷിച്ച വിഷലിപ്തമായ ഇറച്ചി കഷ്ണം മൂലമാണ് ഉണ്ടായതെന്ന് പറയുന്നു. അങ്ങനെ ഈ മരണത്തെ ഷഹാദത്താണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, തിരുനബി ഷഹീദെ ആസം, മഹാനായ ഷഹീദാണെന്നും പറയുന്നു. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനെ ഒരു ഔപചാരികതയുടെ ആവശ്യമില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ഥാനവും പദവിയുമുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം ഷഹീദും സിദ്ദീഖുമായിരുന്നു. മറിച്ച് അവധാനതയോടെ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്നത് ശത്രുക്കൾക്ക് ചിരിക്കാൻ വക നൽകുന്നതിന് തുല്യമാണ്. യഹൂദികൾ വിഷം കൊടുത്തത് അദ്ദേഹം സത്യപ്രവാചകനാണെങ്കിൽ പ്രസ്തുത വിഷത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതിക്കൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള സത്യപ്രവാചകൻ തന്നെയാണെന്ന് മനസ്സിലാക്കി. അത് അവരുടെ വീക്ഷണത്തിൽ ഒരു അത്ഭുതമായി നിലകൊണ്ടു. പക്ഷേ ചില ശുദ്ധഗതിക്കാരായ ആളുകൾ ഈ വിഷം കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിച്ചത് എന്ന് അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഒരിക്കലും തന്നെ ഈ വിഷം കൊണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രയാസഘട്ടത്തിൽ പറഞ്ഞ കാര്യമാണത്. എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ പരിക്കോ രോഗമോ ഉണ്ടാകുമ്പോൾ, ചില സന്ദർഭങ്ങളിൽ പ്രത്യേക കാലാവസ്ഥയിൽ ഒക്കെ ഇങ്ങനെ വെളിപ്പെടാറുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത ഇറച്ചി കഷ്ണം വായിലിട്ടെങ്കിലും അത് ഇറക്കുകയുണ്ടായില്ല എന്നതാണ്. അത് വായിൽ ഇട്ടത് കാരണം തൊണ്ടയിലും മറ്റും മുറിവുണ്ടായി. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രയാസം തോന്നിയിട്ടുണ്ടാകാം. ഈ പ്രയാസത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അവസാന രോഗാവസ്ഥയിലും പറഞ്ഞതായിരിക്കാം. ഖൈബർ യുദ്ധത്തിൻ്റെ വിവരണത്തിൽ ഹദ്റത്ത് സഫിയയുടെ വിവാഹത്തെക്കുറിച്ചുള്ള പരാമർശവുമുണ്ട്. അതിൻ്റെ വിശദീകരണത്തിൽ എഴുതുന്നു, ഖൈബറിലെ നലാർ എന്ന കോട്ട കീഴടക്കുകയും അവിടെയുണ്ടായിരുന്ന ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു. പ്രസ്തുത ബന്ദികളിൽ ഹദ്റത്ത് സഫിയയും അവരുടെ പിതൃവ്യപുത്രനും മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. ചില പുസ്തകങ്ങളിൽ നലാർ എന്നതിന് പകരം ഖമൂസ് കോട്ടയുടെ പേരാണ് വന്നിട്ടുള്ളത്. ഹദ്റത്ത് സഫിയ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തീബിയ കോട്ടകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നലാർ കോട്ടയിലുള്ളവരെ ബന്ദികളാക്കിയിരുന്നു. കിനാനിയുടെ അഭിപ്രായത്തിൽ നലാർ കോട്ട കൂടുതൽ ഭദ്രമായിരുന്നു. അതുകൊണ്ടാണ് യഹൂദികൾ സ്ത്രീകളെയും കുട്ടികളെയും ഈ കോട്ടയിലേക്ക് മാറ്റിയത്. ഹദ്റത്ത് സഫിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പങ്കിലാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചു. വിശദീകരണത്തിൽ പറയുന്നു, ഖൈബറിൽ ബന്ദികളെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഹദ്റത്ത് ദഹിയ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ബന്ദികളിലെ ഒരു സ്ത്രീയെ തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോയി ഒരു സ്ത്രീയെ എടുത്തുകൊള്ളുക. അദ്ദേഹം ഹുയ് ബിൻ അഖ്തബിൻ്റെ മകൾ സഫിയയാണ് എടുത്തത്. അപ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങ് ഹുയിൻ്റെ മകളെ കൊടുത്തിരിക്കുകയാണോ? അവൾ ബനു ഖുറൈസയുടെയും ബനു നസീറിൻ്റെയും രാജകുമാരിയാകുന്നു. അവൾക്ക് താങ്കളല്ലാതെ മറ്റാരും യോജിച്ചതായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അദ്ദേഹത്തോട് അവരെയും കൂട്ടി വരാൻ പറയുക. അങ്ങനെ അദ്ദേഹം ആ സ്ത്രീയെയും കൂട്ടിയെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ബന്ദികളിൽ ഇവരെ അല്ലാതെ മറ്റേതെങ്കിലും സ്ത്രീയെ നീ എടുത്തുകൊള്ളുക. ഹദ്രത്ത് അനസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ സ്വതന്ത്രയാക്കി. മുസ്നദ് അഹ്മദ് ബിൻ ഹംബലിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദ്രത്ത് സഫിയോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്വതന്ത്രയാക്കുകയാണ്. താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞാനുമായി വിവാഹം കഴിക്കാം. അതല്ല തൻ്റെ ഗോത്രത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അങ്ങനെയുമാകാം. എന്താണോ നിന്റെ ഇഷ്ടം പോലെ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവൾ സ്വതന്ത്രയാകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വിവാഹം കഴിക്കുന്നതുമാണ് താല്പര്യപ്പെട്ടത്. ഒരു നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഇസ്ലാം സ്വീകരിക്കാൻ ക്ഷണിച്ചു. അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിച്ചു. ചില നിവേദനങ്ങളിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഹിയോട് പറഞ്ഞു, നീ പോയി മറ്റേതെങ്കിലും ബന്ദിയായ സ്ത്രീയെ എടുത്തുകൊള്ളുക. ഒരു നിവേദനമനുസരിച്ച് സഫിയുടെ പിതൃവിൻ്റെ മകളെ, അതല്ല കിനാന ബിൻ റബീന്റെ സഹോദരിയെ എടുത്തുകൊള്ളുക എന്നും കാണുന്നുണ്ട്. ചില നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബന്ദികളായ 7 സ്ത്രീകളെ നൽകുകയുണ്ടായി എന്നും പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയയെ ഹദ്രത്ത് ഉമ്മു സൽമയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഖൈബറിലെ എല്ലാ തിരക്കുകളും അവസാനിച്ചതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ 6 മൈൽ അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താവളമടിച്ചു. അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഹദ്രത്ത് സഫിയയുടെ ആഗ്രഹപ്രകാരം യാത്ര തുടർന്നു. ഖൈബറിൽ നിന്ന് ഏകദേശം 12 മൈൽ ദൂരെ സഹബ എന്ന സ്ഥലത്ത് താവളമടിച്ചു. ഹദ്രത്ത് ഉമ്മേ സുലൈം വധുവിനെ തയ്യാറാക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയയോട് ആദ്യം പറഞ്ഞ സ്ഥലത്ത് താവളമടിക്കുന്നത് എന്തുകൊണ്ടാണ് തടഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉന്നത ധാർമ്മിക അവസ്ഥ എത്രത്തോളം സഫിയയുടെ മനസ്സിനെ വിപുലീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഒരു യഹൂദി നേതാവിൻ്റെ മകൾ, അവളുടെ പിതാവ് ഖന്തക് യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങളുടെ കൈകളാൽ വധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ ഭർത്താവും ഏതാനും ദിവസം മുമ്പാണ് കൊല്ലപ്പെട്ടത്. വിവാഹത്തിന് 2 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവളുടെ പിതൃവിനും കൊല്ലപ്പെട്ടിരുന്നു. വേറെയും ഒരുപാട് ബന്ധുക്കൾ കൊല്ലപ്പെടുകയുണ്ടായി. അവർ സ്വയം വിവരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് വളരെ കഠിനമായ വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് എന്നോട് പെരുമാറിയത്. എന്നോട് കൂടെ കൂടെ നിരപരാധിത്വം പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലയോ സഫിയ, നിന്റെ പിതാവ് അറേബ്യ മുഴുവനും ഞങ്ങൾക്കെതിരെ തയ്യാറാക്കുകയുണ്ടായി. അദ്ദേഹം അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നെല്ലാം പറഞ്ഞു. അവസാനം ഞങ്ങൾക്ക് സ്വയം പ്രതിരോധത്തിന് വേണ്ടി ഖൈബറിൽ വരേണ്ടി വന്നു. അതിൽ സഫിയ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ സ്നേഹവാത്സല്യത്തോടെ ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. എത്രത്തോളം എന്നാൽ എൻ്റെ മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടു. സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും എനിക്കിഷ്ടമുള്ള മറ്റാരുമില്ലായിരുന്നു. അങ്ങനെ ഖൈബറിൽ നിന്ന് തിരിച്ചുള്ള യാത്ര തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽപെരുമാറ്റത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നാൽ, യാത്ര പുറപ്പെട്ടപ്പോൾ യാത്രാവാഹനത്തിലിരിക്കുന്നതിന് വേണ്ടി തൻ്റെ പുതപ്പ് മടക്കി വെച്ചു കൊടുക്കുകയുണ്ടായി. പിന്നെ തൻ്റെ കാൽമുട്ട് നിലത്ത് വയ്ക്കുകയും അതിന്മേൽ സഫിയ തൻ്റെ കാൽ ചവിട്ടി ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് കയറുകയും ചെയ്തു. വഴിയിൽ ഹദ്രത്ത് സഫിയയ്ക്ക് ഉറക്കം വന്നപ്പോൾ ശിരസ് പല്ലക്കിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പരിശുദ്ധ കരങ്ങൾ വെച്ചുകൊണ്ട് ശിരസിനെ പരുക്കുപറ്റാതിരിക്കാൻ താങ്ങിപ്പിടിക്കുകയുണ്ടായി. കാരണം സഫിയ പരിശുദ്ധ പത്നിമാരിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരെ തൻ്റെ പിന്നിൽ ഒട്ടകപ്പുറത്തിരുത്തുകയുണ്ടായി. പർദ്ദയ്ക്ക് വേണ്ടി വിരിപ്പിടുകയും ചെയ്തു. അതായത് ഇത് ബന്ദിയായ അടിമ സ്ത്രീ അല്ലെന്നും ഭാര്യയാണെന്നും വ്യക്തമാക്കുകയായിരുന്നു. ഏതായാലും 6 മൈൽ കഴിഞ്ഞ് നിൽക്കാത്തതിന് അവർ പറഞ്ഞ കാരണത്തിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉന്നത ധാർമ്മിക സ്വഭാവത്തിൽ ഹദ്രത്ത് സഫിയ വളരെയേറെ സ്വാധീനിക്കപ്പെടുകയും അവർക്ക് ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും പ്രിയപ്പെട്ടതായി ആരുമില്ലാത്ത അവസ്ഥ ആവുകയും ചെയ്തു. അങ്ങനെ സഫിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, അങ്ങ് ഖൈബറിൻ്റെ വളരെ അടുത്താണ് താവളം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ എൻ്റെ സമുദായത്തിലെ ആളുകൾ അങ്ങേക്ക് വല്ല നഷ്ടവും വരുത്താൻ ശ്രമിക്കുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് ഖൈബറിൽ നിന്ന് കുറച്ചുകൂടി ദൂരെ പോയി തങ്ങാം എന്നാണ് ഞാൻ കരുതിയത്. യഹൂദികളുടെ ആസൂത്രണങ്ങളെയും അവരുടെ ഭയാനകമായ നീക്കങ്ങളെയും സംബന്ധിച്ച് സഹാബാക്കളും നല്ലപോലെ ബോധ്യമുള്ളവരായിരുന്നു. സൈനബ് എന്നു പേരുള്ള ഒരു സ്ത്രീ വിഷലിപ്തമായ ഭക്ഷണം മുഖേന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപായപ്പെടുത്താൻ പദ്ധതി ചെയ്തിട്ട് ഏതാനും ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവത്യാഗ സന്നദ്ധരായ സഹാബാക്കൾ ഒരു നിമിഷത്തേക്ക് പോലും നബിയിൽ നിന്ന് അശ്രദ്ധയായിരിക്കാൻ ആഗ്രഹിച്ചില്ല. ഇവിടെ ഒരു സംഭവം വിവരിക്കുന്നു. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാവൽ നിന്നത് അബൂ അയ്യൂബായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കവും സ്നേഹാദരവുമായ പെരുമാറ്റം ഈ വിവാഹത്തിനിടയിലും കാണാൻ കഴിയുന്നുണ്ട്.
രാത്രി കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ തന്നെ കൂടാരത്തിന് പുറത്തു വന്നപ്പോൾ അബൂ അയ്യൂബ് അൻസാരി വാളുമെടുത്ത് കൂടാരത്തിന് പുറത്ത് ജാഗ്രതയോടെ നിൽക്കുന്നതാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ഈ യഹൂദ നവമുസ്ലിം സ്ത്രീയെപ്പറ്റി, അതായത് ഹദ്റത്ത് സഫിയയെ പറ്റി ആശങ്കയുണ്ടായിരുന്നു. അവരുടെ പിതാവും ഭർത്താവും ആ സമുദായത്തിലെ മറ്റു പല ആളുകളും യുദ്ധത്തിൽ മരണപ്പെട്ടിരുന്നു. ഇവർ നവമുസ്ലിമാണ്. ഇവർ അങ്ങേക്ക് യാതൊരു അപകടവും വരുത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ രാത്രി മുഴുവൻ വാളുമായി പുറത്ത് കാവൽ നിന്നത്. ഹദ്റത്ത് അയ്യൂബിന്റെ ഈ നിഷ്കളങ്കമായ സ്നേഹത്തിന് മറുപടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്തു, അള്ളാഹുവേ, അദ്ദേഹം എന്നെ സംരക്ഷിച്ചുകൊണ്ട് രാത്രി കഴിച്ചു കൂട്ടിയതുപോലെ നീ അദ്ദേഹത്തെയും സംരക്ഷിക്കണമേ. അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് ബിൻ സെയ്ദ് എന്നായിരുന്നു. ഈ സഹാബി തന്നെയാണ് ഹിജ്റത്ത് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാസങ്ങളോളം ആതിഥ്യം ഏകിയത്. ഹിജ്രി വർഷം 50 ഒരു യുദ്ധനീക്കത്തിനിടയിൽ അദ്ദേഹം വഫാത്തായി. ഇസ്താംബൂളിലാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്. ഏതായാലും അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലീമ സൽക്കാരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഈ വലീമ സൽക്കാരവും വളരെ കുലീനവും ലളിതവും ആയിരുന്നു. ഈന്തപ്പഴവും പനീറും നെയ്യും കൊണ്ടുണ്ടാക്കിയ ഈസ് എന്ന വിഭവം എല്ലാവർക്കും നൽകുകയുണ്ടായി. 3 ദിവസത്തെ താമസത്തിന് ശേഷം ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഹദ്റത്ത് സഫിയയെ സ്വതന്ത്രമാക്കിയത് അവരുടെ മഹറായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹദ്റത്ത് സഫിയയുടെ ഒരു സ്വപ്നത്തെക്കുറിച്ചും പരാമർശമുണ്ട്. ഈ വിവാഹം മുഖേന അതും പുലരുകയുണ്ടായി. നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയയുടെ കണ്ണിന് സമീപം നീല നിറം കണ്ടപ്പോൾ ചോദിച്ചു, ഈ അടയാളം എങ്ങനെയാണ് ഉണ്ടായത്? അപ്പോൾ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ വരുന്നതിന് ഏതാനും ദിവസം മുമ്പ് ചില നിവേദനമനുസരിച്ച് ഖൈബർ ഉപരോധത്തിന്റെ ദിവസങ്ങളിൽ ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ചന്ദ്രൻ യസ്രിബിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അത് വന്ന് എൻ്റെ മടിയിൽ വീഴുകയുണ്ടായി. ഞാൻ ഈ സ്വപ്നം എൻ്റെ ഭർത്താവിൻ്റെ മാതാമഹനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തോട് ശക്തമായി അടിക്കുകയുണ്ടായി. നീ യസ്രിബിലെ രാജാവിനെ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ചില നിവേദനങ്ങളുടെ വെളിച്ചത്തിൽ ഈ സ്വപ്നം വളരെ പഴക്കമുള്ളതായിരുന്നു. അവരുടെ പിതാവാണ് മുഖത്തടിച്ചത് എന്നും പറയുന്നു. പക്ഷേ കൂടുതൽ ഗ്രന്ഥങ്ങളിലും അവരുടെ ഭർത്താവ് അടിച്ചു എന്നും കാണപ്പെടുന്നു. ഇതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. സഫിയുടെ പേര് സൈനബ് എന്നായിരുന്നു. പക്ഷേ സമരാർജിത സ്വത്തുക്കൾ വിഭജിക്കപ്പെടുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വതന്ത്രയാക്കിയിരുന്നു. അക്കാലത്തെ പൊതു തത്വമനുസരിച്ച് സമരാർജിത സ്വത്തുക്കൾ വിഭജിക്കപ്പെടുന്നതിന് മുമ്പേ നേതാവിനുള്ള പങ്ക് സഫിയ അഥവാ സഫാസ്തഫ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ അടിസ്ഥാനത്തിൽ അവരുടെ പേര് സഫിയ എന്ന് പ്രസിദ്ധമായി. ഹദ്റത്ത് സഫിയ ഹിജ്റ വർഷം 50 ഹദ്റത്ത് അമീർ മുആവിയയുടെ കാലത്താണ് വഫാത്തായത്. ജന്നത്തുൽ ബക്കിയിൽ മറവടക്കപ്പെടുകയും ചെയ്തു. ഹദ്റത്ത് സഫിയയുടെ വിവാഹത്തെക്കുറിച്ചും പാശ്ചാത്യ വിമർശകർ തങ്ങളുടെ പതിവ് സ്വഭാവം അനുസരിച്ച് ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് അവരുടെ വിവരക്കേടിൻ്റെയും പക്ഷപാതിത്വത്തിൻ്റെയും തെളിവാണ്. ഉദാഹരണമായി എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അതിൻ്റെ 9ാമത്തെ എഡിഷനിൽ മുഹമ്മദിനിസം എന്നതിന് കീഴിൽ എഴുതുന്നു. അതിൻ്റെ തർജ്ജമ ഇപ്രകാരമാണ്: ഈ വിജയപ്രദമായ യുദ്ധനീക്കത്തിനൊടുവിൽ രാജാവിൻ്റെ മകളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. സഫിയയ്ക്ക് അത്തരം ഒരു വ്യക്തിയുമായി യാതൊരു തരത്തിലുള്ള നീരസവും തോന്നിയില്ല. ഇത് പാശ്ചാത്യ ആളുകളാണ് എഴുതുന്നത്. അദ്ദേഹം അവരുടെ പിതാവ് ഹുയിനെയും ഭർത്താവ് കിനാനെയും കൊലപ്പെടുത്തിയതിന് കാരണക്കാരനായിരുന്നു. അവർ വളരെ പ്രതാപത്തോടു കൂടി പുതിയ രീതിയിലേക്ക് മാറുകയുണ്ടായി. ഇതിനേക്കാൾ ശ്ലാഘനീയം മറ്റൊരു യഹൂദ സ്ത്രീയായ സൈനബിന്റെ നടപടിയായിരുന്നു. അവൾ തന്റെ സമൂഹത്തിന്റെ ഘാതകനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയുണ്ടായി. ഈ കുറ്റത്തിന് അവൾക്ക് തന്റെ ജീവൻ തന്നെ നൽകേണ്ടി വന്നു. ആ പദ്ധതി പൊളിയുകയും ചെയ്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് അവസാന രോഗാവസ്ഥയിലും പ്രസ്തുത വിഷത്തിന്റെ സ്വാധീനം അനുഭവപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. സഫിയെ വിമർശിച്ചുകൊണ്ട് എഴുതുന്നു, അവരുടെ ഭർത്താവും പിതാവും കൊല്ലപ്പെടുകയുണ്ടായി. പക്ഷേ അവർ തങ്ങളുടെ ആത്മാഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ട് പകരം ചോദിക്കേണ്ടിയിരുന്നു. എന്നാൽ അവർ തന്റെ സ്വാതാല്പര്യത്തിന് മുൻഗണന നൽകുകയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുകയും ഉണ്ടായി. ഇതിനെ അപേക്ഷിച്ച് നേരത്തെ പറഞ്ഞ യഹൂദ സ്ത്രീ വിഷം നൽകുകയാണ് ഉണ്ടായത്. അവരെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് അവർ ചുരുങ്ങിയ പക്ഷം തൻ്റെ ആത്മാഭിമാനം പ്രകടിപ്പിക്കുകയുണ്ടായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിച്ചു. ഈ എഴുത്തുകാരുടെ ഇസ്ലാമിനോടുള്ള, ഇസ്ലാം മത സ്ഥാപകരോടുമുള്ള ശത്രുതയിൽ യാതൊരു പരിധിയുമില്ല.
നേർബുദ്ധിയുള്ള ആളുകൾ ഈ വാചകങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം പോലും അവർ ചിന്തിച്ചില്ല. പക്ഷപാതത്തിൻ്റെ വിഷം അവരുടെ എഴുത്തുകളിൽ നിന്ന് സ്വയം വെളിപ്പെടുന്നു. അവർ നീതിപൂർവ്വം പെരുമാറുന്നില്ല. ഖൈബറിലെ യഹൂദികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ശക്തമായ പോരാട്ടം നടത്തുകയും പിന്നെ വളരെ നിന്ദാവഹമായി പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടിയിരുന്നത്? ഈ യുദ്ധനിയമം ആ കാലഘട്ടത്തിലേതാണെങ്കിലും ഈ പുരോഗമന കാലഘട്ടത്തിലേതാണെങ്കിലും ശരി, അവരെ മുഴുവനും വാളിനിരയാക്കിയെങ്കിൽ അതും അനുവദനീയമായിരുന്നു. അവരുടെ ബൈബിളിന്റെ അടിസ്ഥാനത്തിലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നിയമവും രീതിയും അനുസരിച്ചും അതെല്ലാം അനുവദിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആ ആക്രമികളെ കീഴ്പ്പെടുത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പൊറുമയോടെയും സഹിഷ്ണുതയോടെയും പെരുമാറി. അതിനെ സംബന്ധിച്ച് അവർ ശ്ലാഘിക്കുന്നത് പോകട്ടെ പരാമർശിക്കുന്നത് പോലുമില്ല. പിന്നെ അവരുടെ രഞ്ജിപ്പിനുള്ള അപേക്ഷയെ അംഗീകരിച്ചുകൊണ്ട് അവരെ മുഴുവനും നാടുകടത്താമെന്ന നിബന്ധനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് കൊടുത്തു. അതിലുപരി അധികം യഹൂദികൾ അവിടെ തന്നെ താമസിക്കുന്നതിനും കൃഷിപ്പണി തുടരാനും അനുമതി നൽകണമെന്നും പകുതി വരുമാനം താങ്കൾക്ക് എടുക്കാമെന്നും പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ അപേക്ഷയും സ്വീകരിച്ചു. രഞ്ജിപ്പിന്റെയും സമാധാനത്തിന്റെയും ഒരു ഉടമ്പടി തീരുമാനമായി. ഈ ഉടമ്പടി എഴുതിയ മഷി ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ അവർ മറ്റൊരു ഗൂഢപദ്ധതി ഉണ്ടാക്കുകയും ഒരു സ്ത്രീ മുഖേന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിഷം കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സ്ത്രീ തൻ്റെ കുറ്റം സമ്മതിക്കുകയും ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ വർത്തമാനകാലത്ത് സംസ്കാര സമ്പന്നമായ ലോകത്തുള്ള ആളുകൾ, അതായത് വിദ്യാഭ്യാസ സമ്പന്നർ എന്ന് പറയപ്പെടുന്നവർ, ഇത്തരം കരാർ ലംഘനം ചെയ്ത സ്ത്രീയെ ഒരു സാമൂഹിക ഹീറോ ആയി പ്രദർശിപ്പിക്കുന്നു. അതേസമയം സത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ ധാർമ്മിക സ്വഭാവത്തെ കണ്ടറിഞ്ഞ് സത്യം സ്വീകരിച്ച സ്ത്രീ സ്വതന്ത്രയാക്കപ്പെട്ടിട്ടും അത് അവഗണിക്കുകയാണുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നുകൊള്ളുന്നു. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയാനാണ് താല്പര്യപ്പെട്ടത്. അവരെ ഇവർ വിമർശിക്കുകയും ചെയ്യുന്നു. ഇത്തരം സന്ദർഭത്തിൽ ഇവർ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും എല്ലാ നിയമങ്ങളെയും മറക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ആക്ഷേപകർ വളരെ മോശമായ രീതിയിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ ദഹിയിൽ നിന്ന് അവരെ തിരിച്ചു വാങ്ങി സ്വയം അവരുമായി വിവാഹം നടത്തി എന്നും പറയുന്നു. യഥാർത്ഥത്തിൽ ഈ ആക്ഷേപവും അവരുടെ ബുദ്ധിശൂന്യത കാരണമാണ് ഉന്നയിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത കാരണവും ഈ ആക്ഷേപങ്ങൾ ഉയരുന്നു. അവരുടെ ഹൃദയങ്ങൾ പക്ഷപാതം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവർ നീതിബോധത്തോടെ നോക്കുകയാണെങ്കിൽ, ശുദ്ധ ഹൃദയത്തോടെ വീക്ഷിക്കുകയാണെങ്കിൽ ഇത്തരമൊരു ചിന്ത തന്നെ ഉടലെടുക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിഞ്ഞകാല ജീവിതത്തെ സംബന്ധിച്ച് കണ്ണോടിക്കുകയാണെങ്കിൽ അതേക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ഫഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ താഖിലൂൻ. അതായത്, ഞാൻ ഈ അവസ്ഥയ്ക്ക് മുമ്പും നിങ്ങൾക്കിടയിൽ ഒരു നീണ്ടകാലം കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ബുദ്ധി പ്രയോഗിക്കുന്നില്ല? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നിറയൗവനം എങ്ങനെയാണ് ആ സമൂഹത്തിൽ കഴിച്ചു കൂട്ടിയത്? അവിടെ മദ്യത്തിൻ്റെയും മദിരാശിയുടെയും സദസ്സുകൾ സർവ്വസാധാരണമായിരുന്നു. മറിച്ച് അഭിമാനപൂർവ്വം അതേക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ യുവത്വകാലം മുഴുവനും വിധവയും സംസ്കാര സമ്പന്നയുമായ ഒരു സ്ത്രീ വിവാഹം കഴിച്ചു കൂട്ടുകയാണ് ചെയ്തത്. ചുരുങ്ങിയത് 50 വയസ്സ് വരെയെങ്കിലും ഈ ഒരു വിധവയോടൊപ്പമാണ് ജീവിതം നയിച്ചത്. ചരിത്രത്തിൽ പറയപ്പെടുന്നത് പോലെ വളരെ ഭംഗിയുള്ള സ്ത്രീകളെ ഖുറൈശി മൂപ്പന്മാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാമെന്ന് പറയുകയുണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ വാഗ്ദാനത്തെ നിരസിക്കുകയാണുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുവത്വവും കഴിഞ്ഞു കടന്ന ഈ മാസവും വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹങ്ങളുടെ ദൂരത്തിൽ വളരെ വിദൂരമായ ബന്ധം പോലും ഉണ്ടായിരുന്നില്ല എന്നതിന് വ്യക്തമായ തെളിവാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹങ്ങൾ ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഒരു യുക്തി സമൂഹങ്ങൾക്കും ഗോത്രങ്ങൾക്കും ഇടയിൽ രഞ്ജിപ്പും ധാരണയും സ്നേഹവും ബന്ധവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയും വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയുമായിരുന്നു. ഉദാഹരണമായി, ബനു മുസ്തലിഖിന്റെ നേതാവായ ഹാരിസിന്റെ മകൾ ജുവേരിയെയും ഖുറൈശികളുടെ നേതാവായ അബൂ സുഫിയാനിലെ മകൾ ഉമ്മെ ഹബീബിയെയും വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ ഖൈബർ കീഴടക്കിയപ്പോൾ അവരുടെ ഗോത്ര നേതാവിൻ്റെ ഭാര്യയെയും മകളെയും ഒരു അടിമ സ്ത്രീ കണക്കാക്കി ഒരു സാധാരണ വ്യക്തി കൈമാറിയാൽ അത് അവരെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് പോലെയാണ് എന്ന് മനസ്സിലാക്കി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മീയ ലോകത്തിന്റെ രാജാവും അതോടൊപ്പം തന്നെ മദീനയുടെ ഭരണാധികാരിയുമായിരുന്നു. അതുകൊണ്ട് ഹദ്റത്ത് സഫിയയുടെ ആദ്യം സ്വതന്ത്രമാക്കി അവർക്ക് അന്തസ്സ് നൽകി. പിന്നെ അവർക്ക് സ്വന്തം വീട്ടുകാരോടൊപ്പം പോകുന്നതിനുള്ള സ്വാതന്ത്ര്യവും നൽകി. അവരുടെ സ്ഥാനങ്ങളും മഹിമയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാവുന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ അവരുമായി വിവാഹം കഴിച്ചുകൊണ്ട് അവർക്ക് എല്ലാ വിശ്വാസികളുടെയും മാതാവ് എന്ന് പറയപ്പെടാനുള്ള അർഹത നൽകുകയും ചെയ്തു. മാത്രമല്ല അതോടൊപ്പം തന്നെ പ്രസ്തുത ഗോത്രങ്ങളുടെയും കുടുംബങ്ങളുടെയും അന്തസ്സും വർദ്ധിക്കുകയുണ്ടായി. സമൂഹത്തിൽ സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷമുണ്ടായി. വില്യം മോണ്ടോഗോമരി വാട്ട്സ് ഒരു സ്കോട്ടിഷ് ഓറിയന്റിസ്റ്റാണ്. അയാൾ ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ഒരുപാട് കഠിനമായ വിമർശനങ്ങൾ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. അയാളുടെ ഒരു പുസ്തകത്തിന്റെ പേര് മുഹമ്മദ് അറ്റ് മദീന എന്നാകുന്നു. ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിമർശകൻ എന്നതിലുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹങ്ങളെ സംബന്ധിച്ച് എഴുതുമ്പോൾ യഹൂദികളുടെ പെൺമക്കളായ സഫിയയും റഹാനിയുമായുള്ള ബന്ധം രാഷ്ട്രീയമായ നീക്കങ്ങൾക്ക് വേണ്ടി ആയിരിക്കാമെന്നും എഴുതാൻ നിർബന്ധിതനായി. അതല്ലാതെ മറ്റേതെങ്കിലും സൗന്ദര്യം കണ്ടുകൊണ്ടായിരുന്നില്ല വിവാഹം നടത്തിയത്. പറയുന്നു, വിവാഹബന്ധങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഒരുപക്ഷെ രാഷ്ട്രീയപരമായിരിക്കാം. അതായത് ചുരുങ്ങിയ പക്ഷം അത് ഒരു തെറ്റായ വീക്ഷണത്തിലല്ല എന്നെങ്കിലും അംഗീകരിക്കുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ ഒരു പ്രസിദ്ധ ഓറിയന്റലിസ്റ്റായ സർ വില്യം മുയർ സഫിയയുടെ വിവാഹത്തെ സംബന്ധിച്ച് ഉന്നയിച്ച ആരോപണത്തിന് മറുപടി എടുത്തുകൊണ്ട് പറയുന്നു, ഒരുപക്ഷെ അയാൾക്ക് അറബികളുടെ ചട്ടങ്ങളെ സംബന്ധിച്ച് അറിയില്ലായിരിക്കാം. ജയിച്ചടക്കുന്ന പ്രദേശത്തിന്റെ നേതാവിന്റെ മകളെ അല്ലെങ്കിൽ ഭാര്യയെ നാട്ടിൽ സമാധാനവും ശാന്തിക്ക് വേണ്ടിയും നാട്ടിലെ പ്രബലമായ ആളുകളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടി വിവാഹം കഴിക്കാറുണ്ടായിരുന്നു. എല്ലാ പ്രജകളും അതുപോലെ രാജീയ കുടുംബാംഗങ്ങളും അതിൽ തൃപ്തരാകുമായിരുന്നു. ആർക്കും അത് അസ്വസ്ഥമായി തോന്നിയില്ല. അങ്ങനെ ഖൈബർ വിജയിച്ചടക്കിയതിനു ശേഷം എല്ലാ യഹൂദികളും അവിടെ തന്നെ താമസിക്കുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഹദ്റത്ത് സഫിയയുടെ വിവാഹം സംബന്ധിച്ച് നമ്മുടെ നബി ചരിത്രകാരന്മാരും ഇതര ചരിത്രകാരന്മാരും യാതൊരു കരുതലുമില്ലാതെ അബദ്ധം ചെയ്യുകയും യാതൊരു തരത്തിലുള്ള സൂക്ഷ്മപരിശോധനയുമില്ലാതെ നിവേദനങ്ങൾ എടുക്കുകയും ചെയ്തു. അതിന് യാതൊരു തലയും വാലും ഇല്ലായിരുന്നു. ഉദാഹരണമായി ഈ നിവേദനത്തിൽ ചുരുങ്ങിയ പക്ഷം എല്ലാ നബിചരിത്ര ഗ്രന്ഥങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദ്റത്ത് സഫിയെ ആദ്യം ഹദ്റത്ത് ദഹിയെ ഏൽപ്പിച്ചിരുന്നു എന്നും പിന്നെ അവരുടെ സൗന്ദര്യത്തെപ്പറ്റി കേട്ടപ്പോൾ ഹദ്റത്ത് സഫിയെ വിളിച്ചു വരുത്തി തനിക്ക് വേണ്ടി നിജപ്പെടുത്തിയെന്നും പറയുന്നു. ഇതേ പരാമർശമുള്ള ഒരു നിവേദനം ബുഖാരിയിലുമുണ്ട്. അതിലെ നിവേദനം ഇപ്രകാരമാണ്. ഹദ്റത്ത് അനസ് നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ ഖൈബറിലെത്തി. അള്ളാഹു വിജയം നൽകിയപ്പോൾ സഫിയ ബിൻത് ഹുയ് ബിൻ അഖ്തബിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് തിരുനബിയുടെ മുന്നിൽ വർണ്ണിക്കുകയുണ്ടായി. ആ സമയത്ത് അവർ പുതുമണവാട്ടി തന്നെയായിരുന്നു. അവരുടെ ഭർത്താവ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതായത് വിവാഹത്തിന് ഏതാനും കുറഞ്ഞ കാലമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. ഈ നിവേദനം വെച്ചുകൊണ്ടാണ് ചില രോഗഗ്രസ്തരായ മസ്തിഷ്കമുള്ളവർ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. സുപ്രസിദ്ധ നബി ചരിത്രകാരനായ അല്ലാമ ശിബലി നൂമാനി ഈ നിവേദനത്തെ പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു, ഹദ്റത്ത് സഫിയയെ സംബന്ധിച്ച് ചില ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ സംഭവം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആദ്യം ദഹിയ കൽബിക്ക് നൽകിയിരുന്നു. പിന്നെ ആരോ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ അവരെ തിരിച്ചു വാങ്ങുകയുണ്ടായി. അതിനു പകരമായി ഇദ്ദേഹത്തിന് 7 അടിമ സ്ത്രീകളെയും നൽകി. എതിരാളികൾ ഈ നിവേദനത്തെ വളരെ മോശമായ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. യഥാർത്ഥ നിവേദനത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എതിരാളികൾ അതിനെ പരമാവധി ദുരുപയോഗം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഹദ്റത്ത് സഫിയയെ സംബന്ധിച്ച സംഭവം ഹദ്റത്ത് അനസിൽ നിന്നാണ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹദ്റത്ത് അനസിന്റെ തന്നെ നിരവധി നിവേദനങ്ങൾ ഉണ്ട്. അതാകട്ടെ പരസ്പരം വ്യത്യസ്തവുമാണ്. ഹദ്റത്ത് അനസിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു നിവേദനവുമുണ്ട്. അതായത് ഹദ്റത്ത് സഫിയ ദഹിയയുടെ പങ്കിൽ വന്നപ്പോൾ ജനങ്ങൾ തിരുനബിയുടെ സവിധത്തിലെത്തി പറഞ്ഞു, അവർ ഖൈബറിലെ വളരെ ഉന്നത കുലസ്ഥയായ മഹിളയാകുന്നു. അങ്ങേക്കല്ലാതെ മറ്റാർക്കും അവർ ഉചിതമല്ല. ഇനി ബുഖാരിയിൽ വന്നിട്ടുള്ള ഈ നിവേദനം ശരിയാണെങ്കിൽ, അതായത് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് ശ്ലാഘിക്കുകയുണ്ടായി എന്ന് പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ സഹാബിക്ക് ശേഷമുള്ള നിവേദനത്തിലെ മറ്റാരെങ്കിലും തൻ്റെ ഭാഗത്ത് നിന്ന് അത് ചേർത്തതാണ്. കാരണം ഒരു സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്താൻ സാധ്യമല്ല. ആദ്യത്തെ കാര്യം ഏതെങ്കിലും സഹാബി പറഞ്ഞതാണ്. പിന്നീട് അതിൽ അനുബന്ധമായി ചില ആളുകളുടെ നിവേദനങ്ങൾ ചേർത്തതാണ്. കാരണം ഒരു സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതസ്ഥാനത്തിന് നിരക്കാത്ത ഒരു കാര്യവും പറയാൻ തരമില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത പ്രതാപത്തിന് ഏതെങ്കിലും രീതിയിലുള്ള വിമർശനത്തിന് പോലും ഇടയാക്കുന്ന ഒന്നും തന്നെ അവർ പറയുന്നതല്ല. ജനങ്ങൾ സ്വന്തം നിലയ്ക്ക് ഹദ്റത്ത് സഫിയുടെ സൗന്ദര്യത്തോടൊപ്പം മറ്റ് സവിശേഷതകളും കുടുംബ മഹാത്മ്യവും പരാമർശിച്ചിട്ടുണ്ടാകും. നിവേദകൻ ചുരുങ്ങിയ വാക്കുകളിൽ അയാൾക്ക് ഓർമ്മയുള്ളത് വിവരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഏറ്റവും പ്രധാനവും അടിസ്ഥാനപരവുമായ ഒരു കാര്യത്തിലേക്ക് നബി ചരിത്രകാരന്മാർ ശ്രദ്ധിച്ചില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മഹിതസ്ഥാനത്ത് ഉപവിഷ്ടരാണ്. അതിനു മുന്നിൽ മറ്റ് ആരുടെയും ശ്രേഷ്ഠതയും സമ്പൂർണതയും ഒക്കെ വളരെ അനുബന്ധം എന്ന നിലയ്ക്ക് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം ദൈവിക കൽപ്പന മാത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനക്കമടക്കങ്ങളെല്ലാം ദൈവിക ഇച്ഛ കൂടാതെ ഉണ്ടായിരുന്നില്ല. അള്ളാഹു തന്നെ അത് സംബന്ധിച്ച് പറയുന്നു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നീ പറയുക, എൻ്റെ ആരാധനകളും എൻ്റെ ത്യാഗങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. അവൻ സകല ലോകത്തിൻ്റെയും നാഥനാകുന്നു. എല്ലാ കർമ്മങ്ങളും അവന് വേണ്ടിയാകുമ്പോൾ ആ മഹാത്മാവിന് ഓരോ നിമിഷവും അർശിന്റെ നാഥൻ മാർഗദർശനങ്ങളും നൽകിക്കൊണ്ടിരുന്നു. എന്നിരിക്കെ അദ്ദേഹം സ്വയം എങ്ങനെയാണ് ഇത്ര വലിയ ഒരു തീരുമാനമെടുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഈ എല്ലാ വിവാഹങ്ങളും തീർച്ചയായും ദൈവികമായിരുന്നു. അതിൻ്റെ പരിണിത ഫലങ്ങളും വളരെയേറെ അനുഗ്രഹങ്ങൾക്ക് പാത്രമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം തന്റെ ഗ്രന്ഥമായ ആയിനെ കമാലത്ത് ഇസ്ലാമിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കർമ്മവും ഒരു വാക്കുപോലും വഹിയിൽ നിന്നും ഒഴിഞ്ഞതായിരുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബാക്കൾ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വാക്കുകളോ വിശദമോ ഗോപ്യമോ പ്രകടമോ തുറസായ നിലയിലോ സദൃശ്യ രൂപത്തിലോ എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളോ സ്വകാര്യ ദൈവിക ഭാഷണമോ അതല്ലെങ്കിൽ ഭാര്യമാരെ സംബന്ധിച്ച രഹസ്യങ്ങളോ അന്നപാനീയങ്ങളെ പറ്റിയോ വസ്ത്രത്തെ പറ്റിയോ ജീവിത ആവശ്യങ്ങളെ സംബന്ധിച്ച ദൈനംദിന കുടുംബകാര്യങ്ങളോ ആകട്ടെ, എല്ലാം ഇതേ ചിന്തയിലാണ് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് എല്ലാ കർമ്മങ്ങളും വാക്കുകളും റൂഹുൽ ഖുദ്സിന്റെ പ്രകാശത്താലായിരുന്നു. അബൂ ദാവൂദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് വന്നിട്ടുമുണ്ട്. ഇമാം അഹമ്മദും ചിലർ മുഖേന അബ്ദുല്ലാ ബിൻ ഉമറിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. ഹദ്റത്ത് അബ്ദുല്ല പറയുന്നു, ഞാൻ പിന്നീട് മനഃപ്പാടമാക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നതെല്ലാം എഴുതി വയ്ക്കുമായിരുന്നു. പക്ഷേ പലരും എന്നെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയുണ്ടായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഒരു മനുഷ്യനാണ്. ചില സമയത്ത് ദേഷ്യത്തിലുള്ള സംസാരങ്ങൾ നടത്തുകയും ഞാനത് എഴുതി വയ്ക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ എഴുത്തു നിർത്തി. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ പരാമർശിക്കപ്പെട്ടു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ കയ്യിലാണോ എൻ്റെ ജീവനുള്ളത് അവനാണ് സത്യം. എന്നിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ വാക്കുകളും പ്രവൃത്തികളും അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗവേഷണപരമായ തെറ്റുകളായി വിവക്ഷിക്കപ്പെടുന്നുണ്ട്. അതായത് എല്ലാ പ്രവൃത്തിയും കർമ്മങ്ങളും വഹിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിന്നെ ഈ അബദ്ധങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ഥാനത്ത് നിന്നില്ല. ഹദ്റത്ത് മസ്ലാം പറയുന്നു, ഇതിനുള്ള മറുപടി പ്രകാരമാണ്, അബദ്ധധാരണകൾ വഹിയുടെ വെളിച്ചത്തിൽ നിന്ന് മുക്തമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഒരു നിമിഷം പോലും വിട്ടു നിന്നിട്ടില്ല. ചുരുക്കത്തിൽ ഈ അബദ്ധധാരണയെ സംബന്ധിച്ച് ഉള്ള ഉദാഹരണം എന്തെന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമസ്കാരത്തിൽ ചില സമയത്ത് ഓർമ്മപ്പിശക് സംഭവിച്ചു. അത് മുഖേന ദീനിൽ പല വിഷയങ്ങളുമുണ്ടായി. അങ്ങനെ ചില സമയത്ത് അബദ്ധധാരണകൾ മുഖേനയും ദീനിന്റെ സമ്പൂർത്തീകരണം നടക്കുന്നു. ചില സൂക്ഷ്മ വിഷയങ്ങൾ അത് മുഖേന ഉടലെടുക്കുന്നു. മനുഷ്യപരമായ ഓർമ്മ പിശക് മറ്റുള്ളവരെ പോലെ ഉള്ളതായിരുന്നില്ല, മറിച്ച് യഥാർത്ഥത്തിൽ വഹിയുമായി ചേർന്നതായിരുന്നു. കാരണം അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേകമായ നിയന്ത്രണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വത്തെ വലയം ചെയ്തുകൊണ്ട് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ നിരവധി തത്വരഹസ്യങ്ങളിലേക്ക് തിരിക്കുന്നു. ആയതിനാൽ നമ്മൾ പ്രവാചകന്മാരുടെ ഗവേഷണപരമായ അബദ്ധത്തെയും വഹിയിൽ നിന്ന് ഒഴിഞ്ഞതായി മനസ്സിലാക്കുന്നില്ല. കാരണം അതൊരു നിസ്സാര കാര്യമല്ല, മറിച്ച് അള്ളാഹു ആ സമയത്ത് തൻ്റെ നബിയെ തൻ്റെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് പൊതുവിഷയങ്ങൾക്ക് വേണ്ടി ഒരു പ്രകാശത്തെ മറവി എന്ന രൂപത്തിൽ അതല്ലെങ്കിൽ തെറ്റായ ഗവേഷണത്തിൻ്റെ തലത്തിൽ വെളിപ്പെടുത്തുകയായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അതായത് ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയുടെ വെള്ളം അതിനെ എന്തെങ്കിലും കാരണവശാൽ തടയുകയാണെങ്കിൽ അത് പിന്നീട് അതിനെ വിടുമ്പോൾ ഉണ്ടാകുന്നത് പോലെ മാത്രമാണത്. ചുരുക്കത്തിൽ ഇവിടെ ബുദ്ധിമാനായ ഒരാൾക്കും
അരുവിയിലെ വെള്ളം വറ്റിപ്പോയി എന്ന് പറയാൻ കഴിയില്ല. ഇതേ അവസ്ഥയാണ് പ്രവാചകന്മാരുടെ അബദ്ധധാരണകൾ കൊണ്ടുണ്ടാകുന്നത്. അതായത് റൂഹുൽ ഖുദ്സ് ഒരിക്കലും തന്നെ അവരിൽ നിന്ന് അകലുന്നില്ല. മറിച്ച് പലപ്പോഴും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ യുക്തികൾക്ക് വേണ്ടി പ്രവാചകന്മാരുടെ അറിവിനെയും ബോധ്യത്തെയും തൻ്റെ നിയന്ത്രണത്തിലാക്കുകയും അപ്പോൾ എന്തെങ്കിലും വാക്കുകളും പ്രവൃത്തികളും തെറ്റോ അബദ്ധമോ വെളിപ്പെട്ടു പോവുകയും ചെയ്തേക്കാം. അത് യുക്തിപൂർവവും ബോധപൂർവവും ചെയ്യപ്പെട്ടതായിരുന്നു എന്ന് വെളിപ്പെടുകയും ചെയ്യും. അത് പിന്നീട് വഹിയുടെ നീർധാര ശക്തിയായി ഒഴുകുന്നത് പോലെയാകും. അതിൻ്റെ അബദ്ധത്തെ അതിനിടയിൽ നിന്ന് അത് ഒഴിവാക്കുകയും ചെയ്യും. അതായത് അങ്ങനെ ഒരു തെറ്റ് ഉണ്ടായിട്ടില്ല എന്നും തോന്നും വിധത്തിലായിരിക്കും. ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം ഒരു അത്തിമരത്തെ ഉദാഹരണമായി പറയുന്നു. ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം ഒരു അത്തിമരത്തിൻ്റെ അടുക്കലേക്ക് അതിലെ പഴം കഴിക്കാൻ ഓടിപ്പോയി. റൂഹുൽ ഖുദ്സ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അത്തിമരത്തിൽ ഫലങ്ങളില്ലെന്ന് റൂഹുൽ ഖുദ്സ് അറിയിപ്പ് കൊടുത്തില്ല. ദൗർലഭ്യം ഇല്ലാത്തതിന് തുല്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ചുരുക്കത്തിൽ ചില സമയത്ത് ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ തന്നെയും അത് ഇല്ലാത്തതിന് തുല്യമായിരിക്കും. ചുരുക്കത്തിൽ നമ്മുടെ നേതാവും യജമാനരുമായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 10 ലക്ഷത്തോളം വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും അള്ളാഹുവിൻ്റെ വെളിപ്പെടലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യത്തിലും അനക്കമടക്കത്തിലും വാക്കുകളും പ്രവൃത്തികളിലും റൂഹുൽ ഖുദ്സിന്റെ പ്രകാശമാനമായ കിരണങ്ങൾ കാണപ്പെടുന്നുണ്ടായിരുന്നു. എന്നിരിക്കെ ഏതാനും കാര്യങ്ങളിൽ മാനുഷികമായ മണം വരുന്നുവെങ്കിൽ അതുകൊണ്ട് എന്ത് കോട്ടം തട്ടാനാണ്? മാത്രമല്ല മാനുഷികമായ അന്വേഷണത്തിന് വേണ്ടി ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുകയും ചെയ്യും. അത് ജനങ്ങൾ ശിർക്കിന്റെ നാശത്തിൽ നിന്ന് അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഹദീസിലോ ചരിത്രത്തിലോ തിരുനബി ചരിത്ര ഗ്രന്ഥങ്ങളിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം സംബന്ധിച്ച് എന്തെങ്കിലും നിവേദനം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മേൽ വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ, അതായത് ഞാൻ ഓതിയ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുന്നതാണ്. അതിൻ്റെ വെളിച്ചത്തിലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ കാര്യങ്ങൾ നോക്കുകയും അതിനെ താരതമ്യം ചെയ്യേണ്ടതുമാണ്. അതല്ലാതെ ആക്ഷേപം ഉന്നയിക്കുകയും എല്ലാ ഓറിയന്റലിസ്റ്റുകളുടെയും കാര്യങ്ങളെ അംഗീകരിക്കുകയും നമ്മുടെ പക്കൽ മറുപടിയില്ല എന്ന് കരുതുകയുമല്ല വേണ്ടത്. ഇതാണ് തിരുനബിയുടെ പരിശുദ്ധി നിലനിർത്തുന്നതിനുള്ള യഥാർത്ഥ കർമ്മം. അതല്ലാതെ വെറും മുദ്രാവാക്യം വിളിക്കുകയല്ല വേണ്ടത്. 2 ദിവസം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റമദാൻ ആരംഭിക്കുകയാണ്. അള്ളാഹു അതിൽ നിന്ന് പൂർണ്ണമായും പ്രയോജനമെടുക്കാനും സ്വീകൃതയോഗ്യമായ നോമ്പുകൾക്കും ദുആകൾക്കും എല്ലാവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി ദുആ ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യുക. ഒരു ജനാസ ഗായിബും ഞാൻ നമസ്കരിക്കുന്നതാണ്. റബുവിലെ ചൗധരി മുഹമ്മദ് അൻവർ റിയാസ് സാഹിബിൻ്റെതാണത്. ഇദ്ദേഹം മുഹമ്മദ് അസ്ലാം സാഹിബിൻ്റെ മകനായിരുന്നു. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിൻ്റെ മകൻ നാസിർ മഹമ്മൂദ് താഹിർ കെനിയിൽ ഇൻചാർജ് മിഷണറിയാണ്. രാജ്യത്തിന് പുറത്തായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് മക്കളും ഏതെങ്കിലും വിധത്തിൽ ജമാഅത്തി സേവനത്തിൽ വ്യാപൃതരാണ്. നാസിർ മഹമ്മൂദ് സാഹിബ് എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ഹദ്റത്ത് ചൗധരി മുഹമ്മദ് ജഡ് സാഹിബ് റളിയല്ലാഹു അൻഹു മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. അദ്ദേഹം ഖാദിയാനിൽ പോയി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തു. അദ്ദേഹം തന്നെ ഗ്രാമത്തിൽ നിന്നുള്ള ആദ്യകാല അഹമ്മദികളിൽ ഉൾപ്പെടുന്നു. 1996 അദ്ദേഹത്തിൻ്റെ പിതാവിന് ഒരു കേസിൽ ഏകദേശം 1 മാസം കൽത്തുറുങ്കിൽ കിടക്കേണ്ട സൗഭാഗ്യവും ലഭിച്ചിട്ടുണ്ട്. ഈ സമയത്ത് പോലീസുകാർ അദ്ദേഹത്തോട് വളരെ മോശമായ നിലയിലാണ് പെരുമാറിയത്. പക്ഷെ അദ്ദേഹം അള്ളാഹുവിനെ തൃപ്തിയിലാക്കി എല്ലാം സഹിച്ചുകൊണ്ടിരുന്നു. വളരെ ഉയർന്ന ആത്മവിശ്വാസത്തോടുകൂടി ഈ ശിക്ഷ അദ്ദേഹം സ്വീകരിച്ചു. ജമാഅത്ത് സംവിധാനത്തെയും ഖിലാഫത്തിനെയും വളരെയേറെ ആദരിക്കുന്ന ആളായിരുന്നു. നമസ്കാരത്തിലും ചന്തകളിലും കൃത്യനിഷ്ഠ പുലർത്തിയിരുന്നു. ജീവിതകാലത്ത് തന്നെ പൂർണ്ണമായും ഹിസ്സ ജായിദാദ് അടച്ചു തീർത്തിരുന്നു. എന്തെങ്കിലും വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ചന്ത കൊടുത്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ക്ഷമയും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള മകനും സ്ഥൈര്യവും ക്ഷമയും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر